ഹലോ കേഡീസ്, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ കാരണം നമ്മളൊരു ബാർബിക്യൂ പ്ലാൻ ഇട്ട ഉടനെ തന്നെ വീടിനടുത്തുള്ള വെജിറ്റബിൾ ഷോപ്പിലേക്ക് അങ്ങ് പോയി. അവിടെയുള്ള പച്ചക്കറിയൊക്കെ നോക്കി നടന്ന് ബാർബിക്യൂവിന് പറ്റിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ക്യാപ്സിക്കും ഉള്ളിയും പിന്നെ വഴുതനങ്ങയും ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. അരുമോനാണെങ്കിൽ ഭയങ്കര ബിസി ആയിരുന്നു നല്ല നല്ല വെജിറ്റബിൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോൺസും ചിക്കനും ബീഫൊക്കെ വാങ്ങി. നമ്മളാണെങ്കിൽ നമ്മുടെ നൈബേഴ്സായിട്ടുള്ള മാളവിക മുത്തുവിൻ്റെ ഒപ്പമാണ് ബാർബിക്യൂ ചെയ്തത്. അവർ നമ്മളെ തമിഴ്നാട്ടുകാരാണ് കേട്ടോ. പിന്നെ മാത്രമല്ല മാളുവിൻ്റെ പാരൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ഒരു ബാർബിക്യൂ പ്ലാനിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ വീടിനടുത്ത് ഒരു 2 മിനിറ്റ് നടന്നാൽ തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഒരു ഇലക്ട്രിക് ബാർബിക്യൂ ഉണ്ട്. നമ്മൾ അവിടെയാണ് ഇന്ന് ചെയ്തത്. ഇലക്ട്രിക് ബാർബിക്യൂ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്ടോറിയയിൽ ഇപ്പോൾ സമ്മറാണ്. അതും 2-3 ദിവസമായിട്ട് ഈ സമ്മർ കാരണം നമ്മളെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 40-43 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടോറിയയിൽ പല ഭാഗങ്ങളിലും ബുഷ് ഫയർ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അവർക്ക് അണയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ ന്യൂസിലൊക്കെ വന്നത്. അപ്പം അങ്ങനെ ഉള്ള കാരണം കൊണ്ട് വിക്ടോറിയയിൽ ടോട്ടൽ ഫയർ ബാൻ ആയിരുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ഫയർ ബാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ബാർബിക്യൂവിന് വേണ്ടിയിട്ട് ഈ ചാർക്കോളോ അല്ലെങ്കിൽ ഗ്യാസൊന്നും ഉപയോഗിച്ചിട്ടുള്ള ബാർബിക്യൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ തീയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട്. ഇവിടെയുള്ളത് ഇലക്ട്രിക് ആയ കാരണം കൊണ്ട് നമ്മൾ നേരെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 2 ബാച്ചായിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതപ്പം തന്നെ തിന്ന് തീർക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് ലഞ്ചിനും പാക്ക് ചെയ്തു. അങ്ങനെ അവിടെയുള്ള പാർക്കിൽ കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് അതിൽ കയറിയിരുന്നു. കുട്ടിക്കാലത്തേക്കൊക്കെ ഓർമ്മയെന്നുള്ള രീതിയിൽ ഊഞ്ഞാലാന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്കാലം പോലെ ഒന്നല്ല, നമ്മൾ കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. ഉന്തിയിട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട്. അങ്ങനെ പിന്നെ അവിടെയുള്ള കുറച്ച് കാര്യത്തിലൊക്കെ കിടന്ന് നടന്ന് അങ്ങനെ വീട്ടിലെത്തി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.